ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പേപ്പേഴ്സ് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഫി പൗഡർ, ബ്രഷ്, A4 സൈസ് ഷീറ്റ്, കുറച്ച് വെള്ളം, ക്യാൻഡിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കോഫി പൗഡർ 1 ടീസ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട, കുറച്ച് മതിയാവും. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോഫി പൗഡർ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് A4 സൈസ് ഷീറ്റാണ് വേണ്ടത്. അപ്പം ഞാൻ ഹാഫ് പേജിൻ്റെ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് വേണമെങ്കിൽ ഫുൾ ലെങ്ത്തിലെ പേപ്പറും ചെയ്യാവുന്നതാണ്. ഇനി ഒരു പേജിൻ്റെ കോർണേഴ്സ് എല്ലാം നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് കീറിയെടുക്കണം. ഈ ഒരു പേജിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ എല്ലാ എഡ്ജസും ഇതുപോലെ നമ്മൾ കൈ വെച്ച് തന്നെ കീറിയെടുക്കണം. അതുപോലെ തന്നെ ഈ പേജ് നമുക്ക് കീറിയെടുക്കാം. അപ്പം നമ്മൾ 2 പേപ്പർ നല്ലതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത ക്യാൻഡിൽ ഒന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാൻഡിൽ നമ്മൾ ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കീറി വെച്ചേക്കുന്ന പേപ്പർ ജസ്റ്റ് ക്യാൻഡിലിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 പേജ് നല്ലതുപോലെ നമ്മൾ സൈഡെല്ലാം ബേൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ ഈ പേപ്പർ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കോഫി പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതൊന്ന് കുറച്ചുകൂടെ വിൻറ്റേജ് ആയിട്ടുള്ള എഫക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 പേപ്പർ നല്ലതുപോലെ കോഫി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജസ് എല്ലാം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കണം. നല്ലൊരു വിൻറ്റേജ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോർണറിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കോഫി വെച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലും ഒരു ഡാർക്ക് കിട്ടത്തുള്ളൂ. ഈ സൈഡൊക്കെ ഒന്ന് ഡാർക്കായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ പേപ്പർ രണ്ടും നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വിൻറ്റേജ് പേപ്പേഴ്സ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല നൂറ്റാണ്ട് പഴക്കമുള്ള പോലത്തെ പേജസ് പോലെ ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വിൻറ്റേജ് പേപ്പർ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ വിൻറ്റേജ് പേപ്പറിൻ്റെ അകത്ത് നിങ്ങൾ കാലിഗ്രഫി ഒക്കെ ചെയ്ത് നോക്കാം. ഈ ഒരു വിൻറ്റേജ് പേപ്പർ വെച്ച് നിങ്ങൾക്ക് ഡയറി തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ലുക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിൻറ്റേജ് പേപ്പർ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.